നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ. ജ്ഞാനപ്പാന തുടരുന്നു. ഇത് 8ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം 14ലും ഉത്തമമെന്നല്ലോ എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 14 ലോകങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ഭൂമി. എന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ലവണാംബുധി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജന ലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു പിന്നെയും. വേദവാദികളായ മുനികളാണ്, ശ്രേഷ്ഠരായ മുനികൾ, വേദങ്ങൾ രചിച്ച മുനികൾ, ഋഷിമാർ, മഹത് വ്യക്തികൾ, അതായത് ശ്രേഷ്ഠന്മാരായ മുനികളെല്ലാവരും ഭൂമിയെ ബഹുമാനിച്ചു വാഴ്ത്തുന്നു. ഒരു അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമല്ലെങ്കിൽ അവരെല്ലാവരും ഇതിനെ ബഹുമാനിക്കില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ്, അത്രയും വിശേഷപ്പെട്ടതാണ് ഭൂലോകം. അവർ അത് കണ്ടറിഞ്ഞതാണ്, മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല സ്ഥലം ഈ ഭൂലോകം തന്നെയാണ് എന്ന് ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. ലവണാംബുധി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജന ലക്ഷവും. കടലിൻ്റെ നടുക്ക് ധാരാളം ദ്വീപുകളുണ്ട്, സപ്തദ്വീപുകളാണ്. സപ്തദ്വീപുകളുണ്ട്, അതിലെത്രയും ഉത്തമമെന്ന് വാഴ്ത്തുന്നു പിന്നെയും. ഇപ്പോൾ ഉപ്പ് നിറഞ്ഞ കടലിൻ്റെ നടുക്ക് വിളങ്ങുന്ന 1,00,000 യോജന വിസ്തീർണമുള്ള, അതായത് അത്രയും ദൂരം പരന്ന് കിടക്കുന്ന 7 ദ്വീപുകളിലെ ഏറ്റവും ഉത്തമമാണ് ജംബുദ്വീപ്. ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദ്വീപാണ്. അതിനെ ഞാവൽ മരങ്ങളുടെ ദ്വീപ് എന്നും പറയുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠമായതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് മുനികളൊക്കെ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഒക്കെ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ മന്ത്രങ്ങൾ തുടങ്ങുക. അത്രയും ശ്രേഷ്ഠമായിട്ട് അവർ അതിനെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഭൂപത്മത്തിനു കർണികയായിട്ട് ഭൂധരേന്ദ്രനദിയിലല്ലോ നിൽക്കുന്നു. ഇതിൽ9 ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലുത്തമം ഭാരതഭൂതലം. ഭൂപത്മത്തിന് കർണികയായിട്ട് എന്ന് പറഞ്ഞത് താമര, ഭൂമിയെ താമരയായിട്ടാണ് ഉപമിക്കുന്നത്. ആ താമരയുടെ നടുക്കുള്ള കർണിക പോലെയാണ് സ്വർണ്ണമയമായിട്ടുള്ള മേരുപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ ജംബുദ്വീപിനെ ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലുത്തമം ഭാരതഭൂതലം. 9 വർഷങ്ങളായിട്ട്, വർഷം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. നമ്മൾ നാരായണീയത്തിലും ഇത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പഴയ പേരും ഇളാവൃതം, പുഷ്കരം, ശൗകം, ശാൽമലം, അങ്ങനെ ക്രൗഞ്ചം, ഇതിൻ്റെയൊക്കെ പുതിയ പേരും നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും തെക്കേ അറ്റത്താണ് ഭാരതവർഷം എന്നാണ് കേൾവി. അപ്പോൾ ഈ 9 ഭൂഖണ്ഡങ്ങളിൽ 9 ഖണ്ഡങ്ങളാക്കി തിരിച്ചതിന്, ജംബുദ്വീപിനെ 9 ഖണ്ഡങ്ങളാക്കി തിരിച്ചതിൽ ഏറ്റവും ഉത്തമം ഭാരതഭൂതലമാണ്. അങ്ങനെയുള്ള ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ഈ പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠമാണ് ഭൂമി എന്ന് ആദ്യം പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഭാരതത്തിലേക്ക് വന്നു. ഇതൊക്കെ ഭൂസ്ഥിതി വിവരണമാണ്. ഇപ്പം ജ്ഞാനപ്പാനയാണെങ്കിലും നോക്കൂ, അതിലെന്തെല്ലാം ഓരോരോ പാരഗ്രാഫ് കഴിയുമ്പോഴും ഓരോരോ കാര്യങ്ങൾ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു കൃതിയായിട്ട് ഇതിനെ ബഹുമാനിക്കുന്നു. വേദങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളും ഈ കൃതിയെ ബഹുമാനിക്കേണ്ടതാണ്. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. കർമ്മബീജമതിന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങും എളുതല്ല നിർണയം.
വീണ്ടും ഇനി ഭാരതത്തിൻ്റെ പ്രത്യേകതകൾ പറയാണ്. സമ്മതന്മാരായ മാമുനി ശ്രേഷ്ഠന്മാർ, സത്യം മാത്രം പറയുന്ന അല്ലെങ്കിൽ സത്യനിഷ്ഠയുള്ള മുനിമാരെല്ലാവരും ഇതിനെ കർമ്മക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് കർമ്മക്ഷേത്രം എന്ന് പറയുന്നത്? കർമ്മബീജം മുളയ്ക്കുന്നതും ഈ ഭൂമിയിൽ നിന്നാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാത്രമേ കർമ്മബീജം മുളയ്ക്കുള്ളൂ. ആസക്തിയോടെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഫലം കിട്ടാം ചിലപ്പോൾ. അപ്പോൾ വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ നേടുകയാണ് ചെയ്യുന്നത്. അതെന്താണ്? ഈ കർമ്മബീജം മുളയ്ക്കാനുള്ള വളമായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ. നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അതിന് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളവും വളവും നൽകിയാലേ അത് കൂടുതൽ കൂടുതൽ വളരുള്ളൂ. ഇവിടെ നമ്മുടെ ചെടി അല്ലെങ്കിൽ കർമ്മബീജം വളരുന്നത് എങ്ങനെയാണ്? കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ നമുക്ക് വരുന്നു, ആസക്തി കൂടുന്നു, ഫലം കിട്ടുന്നു, വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ വരുന്നു. ഇതാണ് അതിനുള്ള വളം. ഇനി നമ്മൾ ആസക്തി ഇല്ലാതെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിലോ, അപ്പോൾ വെള്ളവും വളവും ലഭിക്കാത്ത ഒരു ചെടിയെപ്പോലെ. അതാണ് കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും. വെള്ളവും കിട്ടുന്നില്ല, വളവും കിട്ടുന്നില്ല ചെടിക്ക്, വിത്തിന്. ചെടിയുമായിട്ടില്ല, വിത്ത് കർമ്മബീജമാണ്. ആ വിത്ത് അപ്പോൾ വരണ്ടു പോകുന്ന പോലെ നമുക്ക് ആസക്തി ഇല്ലാതെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഒരു ഫലവും ഇച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ നമ്മുടെ കർമ്മവാസനകൾ അവിടെ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നു. കർമ്മങ്ങളെല്ലാം ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുക്തി കിട്ടും. അപ്പോൾ എവിടെ നമ്മുടെ കർമ്മങ്ങൾ ഒടുങ്ങാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഇന്നലെ പറഞ്ഞ പോലെ ജനനം മരണം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നത്. ഓരോ ജന്മങ്ങളായിട്ടും നമുക്ക് ജനിക്കേണ്ടി വരുന്നത് ഈ കർമ്മബന്ധം കൊണ്ടാണ്, അല്ലെങ്കിൽ കർമ്മങ്ങൾ അവസാനിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്കതിനെ വരട്ടിക്കളയാണ് വേണ്ടത്, ഉണക്കിക്കളയണം. ഭാരതമായ ഗണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങും എഴുതല്ല നിർണയം. ഇതിനെല്ലാറ്റിനും പറ്റിയ ഒറ്റ സ്ഥലമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഭാരതഖണ്ഡം മാത്രമാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം. ഇനി ബ്രഹ്മലോകത്തിരിക്കുന്നവർക്ക് പോലും അവിടെ നമ്മൾ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർഗ്ഗലോകത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പം അവരുടെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് അവിടെ തീരുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് പതിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വീണ്ടും കർമ്മബീജം മുളയ്ക്കും, അതായത് അവർ ഭൂമിയിലേക്ക് തന്നെ വീഴുന്നു എന്ന് ഇന്നലെ പറഞ്ഞു. അപ്പോൾ വീണ്ടും അവരുടെ കർമ്മബീജം മുളയ്ക്കണമെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ എത്തണം. അതും ഉത്തമമായ ഭാരതഖണ്ഡത്തിലാണ്. ജന്മനാശം വരുത്തേണമെങ്കിലും ഈ ഭാരതം വേണം. ജനനവും മരണവും നടക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ കർമ്മങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മളുടെ ശരീരവും ജീവനും ഏർപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് ജീവൻ മുക്തി ലഭിക്കണമെങ്കിലും ഈ ഭാരതഖണ്ഡം അല്ലെങ്കിൽ ഈ ഭൂമി ആവശ്യമാണ്. ഭാരതം എന്നല്ല, ഭാരതം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ ഭൂമി തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ഭാരതഖണ്ഡത്തിൽ ജീവിക്കുന്ന നമ്മളോട് എങ്ങനെ ജീവിക്കണം എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്ര മുഖ്യമായുള്ളൊരു ഭാരത ഈ പ്രദേശമെന്നെല്ലാവരും ഓർക്കണം. യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. അതിന് ഏത് ചരാചരങ്ങൾക്കായാലും വിരോധമില്ല, ഏത് ലോകത്തിരിക്കുന്നവർക്കായാലും വിരോധമില്ല. മുക്തി ലഭിക്കണമെങ്കിൽ ഈ ഭൂമി തന്നെ വേണം. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ ഭാരതഭൂമിയിൽ തന്നെ ജനിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഭാരതത്തിലല്ലാത്തവർക്ക് പോലും, ജനിച്ചവർക്ക് പോലും ആഗ്രഹം എന്താണ്? ശ്രേഷ്ഠമായ ഈ ഭാരതഭൂമിയിൽ ജനിക്കണമെന്നാണ്. നമ്മളൊക്കെ ഭാരതഭൂമിയിൽ ജനിച്ചിട്ട് നമ്മുടെ ജീവിതം വെറുതെ കളയുന്നവരുമാണ്. അപ്പോൾ അവർക്ക് ആഗ്രഹം, ഇവിടെ ജനിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്കൊരു നിരാശയുണ്ട്. അയ്യോ, ഞങ്ങൾക്കത് സാധിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ കവി തന്നെ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ എന്താണ് കുറവുള്ളത്? നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. എന്താണ് നമുക്ക് കുറവുള്ളത്? എല്ലാം തന്നിട്ടുണ്ടല്ലോ ഭഗവാൻ, പിന്നെ എന്തിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ഭഗവാനെ വാഴ്ത്താത്തത് എന്നാണ് ചോദിക്കുന്നത്. ചെന്നിരുന്നു ഭുജിക്കുന്നു അതുകൊണ്ട് കവി പറയുന്നത് ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. എന്താണ്?
കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും. നമ്മൾക്ക് ഈ ഒരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്, കർമ്മബീജം വരട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഉള്ള മാർഗമാണല്ലോ ഭാരതഖണ്ഡത്തിൽ ജീവിക്കുക എന്നുള്ളത്. ഭാരതഖണ്ഡത്തിൽ തന്നെ ജീവിക്കുന്ന നമുക്ക് ആകെ ഒരു കാര്യം ചെയ്യാനുള്ളൂ. എന്താണ്? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. തിരുനാമ സങ്കീർത്തനം എന്നിയേ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും. എന്തൊക്കെ നമ്മൾ ചെയ്താലും ഈ ഒരു കാര്യം കൊണ്ട് മാത്രമേ ഭഗവാനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ നാമങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും മറ്റു ദ്വീപുകൾ 6 മറ്റു ഖണ്ഡങ്ങൾ 8 മുക്തി തങ്ങൾക്കു സാധ്യമല്ലായ്കയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിദാതരം കൈവണങ്ങിയിടുന്നു. മറ്റുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക്, മറ്റുള്ള ലോകങ്ങളിലുള്ളവർക്ക്, ആദ്യം 14 ലോകങ്ങളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞു? ഭൂമിയാണ്. അപ്പോൾ മറ്റ് 13 ലോകങ്ങളിലുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ 6 ജംബുദ്വീപിനാണല്ലോ ഇത്രയും പ്രാധാന്യം. അപ്പോൾ മറ്റു ദ്വീപുകളിലുള്ളവരും മറ്റു ഖണ്ഡങ്ങൾ 8 ഇനി അതിനെ 9 ഖണ്ഡങ്ങളാക്കി തിരിച്ചു എന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഭാരതവർഷം. ഭാരതത്തിൽ അല്ലാത്തവരുടെ കാര്യം പറയാണ്. അപ്പോൾ മറ്റ് 8 ഖണ്ഡങ്ങളിലുള്ളവരും മറ്റു 3 യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായകയാൽ, അവർക്കൊന്നും മുക്തി കിട്ടാൻ യാതൊരു വഴിയില്ല. കാരണം എന്താണ്? ഇവിടെ വന്ന് ജനിച്ചാൽ മാത്രമേ കർമ്മങ്ങൾ ഒടുങ്ങുന്നുള്ളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞു എല്ലാ അവതാരങ്ങളും നിർവഹിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എല്ലാ അവതാരങ്ങളുടെയും പിറവി ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിദാതരം കൈവണങ്ങിയിടുന്നു. കൈകൂപ്പി തൊഴുകയാണ് എല്ലാവരും. ഏറ്റവും ശ്രേഷ്ഠമാണ് ഭാരതഭൂമി എന്നും പറഞ്ഞിട്ട്. മറ്റുള്ളവരുടെ ഒരു വിഷമം ഒന്നും കൂടെ പറയുകയാണ്. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം. അതിൽ വന്നിട്ട് ഈ കലികാലമാണ്, കലിയുഗമാണ്. യുഗം മറ്റു യുഗങ്ങളിലുള്ളവർ എന്ന് പറഞ്ഞു. അപ്പോൾ കലിയുഗ കാലത്ത് ഭാരതഖണ്ഡത്തിലെ ഒരു പുല്ലായിട്ടെങ്കിലും എനിക്ക് ജന്മം കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. അതിന് പോലുമുള്ള ഒരു പുല്ലായിട്ട് ജനിക്കാൻ പോലുമുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ ഭഗവാനെ എന്ന് കരഞ്ഞു പറയുകയാണ് എല്ലാവരും. മറ്റുള്ളവർ നമ്മളെ ഭാരതഖണ്ഡത്തിൽ ജീവിക്കുന്നവരല്ലാത്ത, നേരത്തെ പറഞ്ഞല്ലോ, ദ്വീപുകളിൽ മറ്റു യുഗങ്ങളിൽ മറ്റു ലോകങ്ങളിൽ ഉള്ളവരെല്ലാവരും ഞങ്ങൾക്കിതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ ഭഗവാനെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും ഭാരതഖണ്ഡത്തിൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം. ഭാരതഖണ്ഡത്തിലുള്ള മനുഷ്യന്മാർ എത്ര ഭാഗ്യവാന്മാരാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് സാധിക്കാത്തൊരു കാര്യമാണ് നമ്മൾക്ക് സാധിച്ചത്. അപ്പോൾ അത് നമ്മൾ അത്രയും ഭൂമിയെ അത്രയും ബഹുമാനിച്ചേ പറ്റൂ, ഭാരതത്തെ അത്രയും സ്നേഹിച്ചേ പറ്റൂ. എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ ഭാരതമിപ്രദേശവുമല്ലയോ. നമ്മളോട് ചോദിക്കുകയാണ്, മറ്റുള്ളവരെല്ലാം ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ടല്ലോ, അതൊക്കെ എന്തിനാ നമ്മൾ പറയുന്നത്? നമ്മളിവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ സങ്കടം കേൾക്കാമെന്നല്ലാതെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. നമ്മൾ ഈ ഭാരതത്തിൽ തന്നെ ജീവിക്കുന്നു, കലിയുഗം കിട്ടുകയും ചെയ്തു. എന്നിട്ടും മാത്രമല്ല, എന്താണ്, നമ്മളെല്ലാവരും നരന്മാരുമല്ലയോ ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാവരും. നമ്മൾക്കൊരു താക്കീത് പോലെ തരുകയാണ്. എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ.
പ്ലീസ് ഒന്നെല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. ഭാരത ഭൂഖണ്ഡത്തിലാണ് നമ്മൾ ജനിച്ചത്, കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ശ്രേഷ്ഠ ജന്മം കിട്ടിയിട്ടുള്ള നരന്മാരാണ്. മനുഷ്യജന്മം എന്ന് പറയണത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൊല്ലിയപ്പോൾ പറഞ്ഞല്ലോ, കൃമികീടാദികളും ഈച്ച പൂച്ച അജം ഗജം ഒക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ. എന്നിട്ട് നമ്മളുടെ പാപങ്ങളൊക്കെ കുറേ ഒടുങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. നമ്മളൊക്കെ നരന്മാർ തന്നെയല്ലേ? ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാവരും. വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരിയല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമല്ലേ? എത്രയും ശ്രേഷ്ഠ ജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടോ ഹരിനാമങ്ങളില്ലാതെ പോകുകയോ നരകങ്ങളിൽ പേടി കുറയുകയോ എന്നാണ് കുറഞ്ഞു പോവുകയാണോ എന്ന്. നമ്മൾക്കിങ്ങനെ കഷ്ടം ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു അവസ്ഥ ഒന്നും കൂടെ വിവരിച്ച് തരാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത്രയും ഭാഗ്യം കിട്ടിയിട്ട് ഇതെങ്കിലും ചെയ്തുകൂടെ എന്നാണ് പറയുന്നത്. ഹരിനാമങ്ങൾ ചെല്ലുന്നില്ല ആരും. ഹരിനാമകീർത്തനം കൊണ്ട് മുക്തി നേടുമെന്ന് അറിയാമെങ്കിലും നമ്മൾ ചെല്ലുന്നില്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കവി ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്നവരെ ആരെയായാലും കളിയാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഏറ്റവും എളുപ്പത്തിൽ മുക്തി നേടാവുന്ന ഒരു കാര്യമാണ് ഹരിനാമകീർത്തനം എന്ന് നമ്മൾ പറഞ്ഞിട്ട് കൂടെ അത് ചെല്ലുന്നില്ലല്ലോ. ഹരിനാമങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നരകങ്ങളിൽ പേടി കുറയുകയോ, നമ്മൾ നരകത്തിൽ ചെന്നാൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. നരകത്തിൽ പോയാൽ അവിടുത്തെ യാതനകളാണ് അനുഭവിക്കുന്നത്, സുഖങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ആർക്കും ഒരു പേടിയില്ലല്ലോ എന്ന്. നാവ് കൂടാതെ ജന്മമതാകയോ നമുക്കിന്നീ വിനാശമില്ലായികയോ. ഇനി നിങ്ങൾക്ക് നാവില്ലേ സംസാരിക്കാൻ? നിങ്ങളൊക്കെ നാവ് ഇല്ലാണ്ടാണോ ജനിച്ചത്? ആ നാവ് കൊണ്ട് തിരുനാമ സങ്കീർത്തനം ചെല്ലുക എന്നത് മാത്രമേ അല്ലേ നല്ലത്? അതാണ് മുക്തിയിലേക്കുള്ള വഴി എങ്കിൽ എന്നാൽ പിന്നെ അത് ചെയ്തുകൂടെ ജനങ്ങളെ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിന്നിനി വിനാശമില്ലായികയോ. നമ്മളുടെ വിചാരം എന്താണ്? നമുക്ക് നാശം വരില്ല. ആദ്യം തന്നെ തുടങ്ങിയത് ഇന്നീ കണ്ടതടിക്കോ വിനാശം എന്നാണല്ലേ. എന്നാലും നമുക്ക് മരണം വരില്ല, നാശം വരില്ല, ഇതൊക്കെയാണോ ചിന്തിക്കുന്നത് നിങ്ങൾ? അതുകൊണ്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെയായി പോയത് എന്നാണ് കവി ചോദിക്കുന്നത്. ബാക്കി നാളെ ചെല്ലാം. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.